അപ്പാന്റെ കേസിനകത്ത് പോലീസ് ഈ കേസിനകത്ത് ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ തെളിവ് മാത്രമേ ഇതിനകത്ത് എവിഡൻസ് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം ആകെയുള്ള CCTV ദൃശ്യം ഉണ്ടെങ്കിൽ അവിടെ വരുന്നതും പോകുന്നതും ഒക്കെ ചിലപ്പം പ്രൂവ് ചെയ്യാൻ പറ്റിയേക്കും. അയാളുടെ ബന്ധുവാണ്, അപ്പൻ്റെ ജ്യേഷ്ഠനാണ്, അല്ലെ വല്യമ്മയുടെ വീടാണ്, അവിടെ വരുന്നതിനും പോകുന്നതിനും തടസ്സമില്ല, CCTV കണ്ടാലും കുഴപ്പമില്ല. പക്ഷേ അകത്ത് നടത്തുന്ന മാർഡർ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് തിരിച്ചു പോകുന്നതെന്ന് തെളിയിക്കാൻ, ഈ പ്രതി തന്നെയാണ് അത് ചെയ്തതെന്ന് തെളിയിക്കാനുള്ള എവിഡൻസ് പോലീസിന്റെ പക്കൽ ഉണ്ടാകാൻ സാധ്യതയില്ല, ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ വീടിനകത്തൊന്നും CCTV ദൃശ്യങ്ങളില്ല. അയാളുടെ ബന്ധുവായ മകൻ സാധാരണ വരുന്നതാണ്, വന്നു പോകുന്നു. ടൈം ഓഫ് ഡെത്ത് അത് കൃത്യമായി പറഞ്ഞെങ്കിൽ മാത്രമേ, പോസ്റ്റ്മോർട്ടത്തിൽ അത് വന്നെങ്കിൽ മാത്രമേ, ഇയാൾ വന്ന് തിരിച്ചു പോകുന്നതിനിടയ്ക്കാണ് ആ മർഡർ നടന്നതെന്ന് അത് പോലീസിന് തെളിയിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ കോടതി അയാളെ ശിക്ഷിക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കേസിലും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. അതുകൊണ്ട് അപ്പാന്റെ കേസിനകത്ത് അമ്മ ആ ഡിഫൻസ് എടുത്തിരിക്കുന്നത് തീർച്ചയായും വളരെ വൈറ്റലായ ഒരു ഡിഫൻസാണ്. എൻ്റെ മകൻ അത് ചെയ്യില്ല, ഞാൻ വളർത്തിയ മകനാണ്. പൊതുവെ നാട്ടുകാർ മുഴുവൻ ആ ഒപ്പീനിയൻ, പബ്ലിക് ഒപ്പീനിയനും അങ്ങനെ തന്നെ. ഈ പയ്യനെ പറ്റി മോശമായ ഒരു അഭിപ്രായമില്ല. അയാൾ വെളിയിൽ കൂട്ടുകൂടി നടക്കുന്നതായിട്ട് അറിവില്ല. പക്ഷെ രാത്രിയിൽ അയാൾ വാഹനത്തിൽ പല സ്ഥലത്തും പോകുന്നു എന്നുള്ളത് അതെന്തിനാണ് എന്ന് പോലീസ് കണ്ടെത്തുമെന്ന് ഞാൻ കരുതുന്നത്. അതെന്തിനാന്ന് കണ്ടെത്തിയാൽ തന്നെയും ഈ കേസിന്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെടുത്താൻ എവിഡൻസ് ആ പോക്കിൽ നിന്ന് ലഭിക്കുമോ ഇത് സംശയം. അല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ പോയി മറ്റാരെങ്കിലും സഹകരണം തേടിയിട്ടുണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ കേസിന്റെ ചാർജ് ഷീറ്റിലെ വ്യത്യാസങ്ങൾ വരാം. പൊതുവെ നമുക്ക് ഈ കേസിനകത്ത് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒരിക്കലും കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. രണ്ടാമത്, ഇതിനകത്തെ ഡിഫൻസ് എന്ന് പറയുന്നത് ആ അമ്മയുടെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഈ പയ്യന്റെ കേസ് നടത്താനായിട്ട് അപ്പൻ അല്ലെങ്കിൽ പിതാവ് സഹകരിക്കത്തില്ല എന്ന് പറയുന്നെങ്കിലും തീർച്ചയായിട്ടും വക്കീലമ്മനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഭാഗം വക്കീലിനെ വെച്ച് കേസ് നടത്തേണ്ടി വരും. കാരണം അങ്ങനെ ലീഗൽ ആയിട്ടുള്ള ഹെൽപ്പുകൾ വക്കീലന്മാരില്ലാത്തവർ, സാമ്പത്തികം ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നുണ്ട്. സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു വക്കീലുണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഇത് സർക്കംസ്റ്റാൻഷ്യൽ ബിൽഡ് ചെയ്ത് വരുന്ന കേസാണ്. ക്രൈം കമ്മിറ്റ് ചെയ്തതിന് എവിഡൻസ് കൊണ്ടുവരാൻ പോലീസ് ബുദ്ധിമുട്ടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ കേസ് പാളിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ഇന്ത്യയിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പൊതുവെ അതിന് അനുകൂലമല്ല കോടതികളൊന്നും, അല്ലെങ്കിൽ അപ്പർ കോടതികളൊന്നും അനുകൂലമല്ല. ലോ കമ്മീഷന്റെ പ്രത്യേകമായ ചില നിരീക്ഷണങ്ങളും ചില റെക്കമെൻഡേഷനും ഉണ്ട്. കാരണം ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ പാടില്ല. ചെറുപ്പക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും അവരെ റിഫോം ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള തിയറിയിലാണ് ലോ കമ്മീഷൻ നിൽക്കുന്നത്. ലോ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ മുഴുവൻ അങ്ങനെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 5 പേരെ കൊന്നതിന് തീർച്ചയായിട്ടും ലൈഫ് ഇംപ്രിസൺമെന്റിലേക്ക് മാത്രം പോകാനുള്ളൂ സാധ്യത. പ്രത്യേകിച്ച് 23 വയസ്സേ ഉള്ളൂ, ടെൻഡർ ഏജ് ആണ് പ്രതിക്ക്. സുപ്രീം കോടതിയിലെ ഒരു ലേറ്റസ്റ്റായ 2019 ഒരു വിധിയുണ്ട്. അതിനകത്ത് സുദാം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. സുദാം എന്ന് പറഞ്ഞ ആള് 10 മാസത്തിനും 10 വയസ്സിനിടയ്ക്കുള്ള 4 കുട്ടികളെയും കൊന്നു, ഭാര്യയും കൊന്നു. 5 പേരെ കൊന്നതാണ്. ഇവിടെയും നമുക്ക് 5 പേരെ കൊന്നിരിക്കുന്നു. അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അത് റിഫോം ചെയ്യാം. കാരണം അയാൾക്ക് റെമിഷനൊന്നും കൊടുക്കണ്ട, പരോളിലൊന്നും വിടണ്ട, അയാള് ജീവപര്യന്തത്തോട്ട് പോട്ടെ, അയാളെ തൂക്കാൻ വിധിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ സുപ്രീം കോടതി അത് അംഗീകരിച്ചില്ല. പൊതുവെ ഇന്ത്യൻ ജുഡീഷ്യറികളെ ലോവർ കോടതികളിലാണ് തൂക്കാൻ വിധി നടക്കുന്നതെങ്കിലും, തൂക്കാൻ വിധി പുറപ്പെടുവിക്കുന്നതെങ്കിലും അതെല്ലാം ഹയർ കോടതിയിലോട്ട് വരുംതോറും, പ്രത്യേകിച്ച് സുപ്രീം കോടതി എത്തിക്കഴിഞ്ഞാൽ തൂക്കാനുള്ള ആ വിധി ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല. റിഫോർമേറ്റീവ് സ്റ്റേജിലോട്ട് തന്നെ നിൽക്കും. ഇനി പ്രായമുള്ള ഒരാളാണ് ചെയ്തതെങ്കിൽ ജയിലിൽ കിടന്ന് തന്നെ അയാൾ കഴിയട്ടെ, അയാളെ വെളിയിലോട്ട് വിടില്ല, അയാൾക്ക് റെമിഷനൊന്നും കൊടുക്കില്ല, അയാൾക്ക് മരണം വരെ ആ ജയിലിൽ കഴിയാനായിട്ടുള്ള വിധി ആണ് മിക്കവാറും സുപ്രീം കോടതി അനുവദിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നാൽ ഇയാളെ തിരിച്ചു കൊല്ലുന്നത് പോലെ തന്നെയാണ് ആ ചിന്താഗതി. അതുകൊണ്ട് ജുഡീഷ്യറി അതിന് കൂട്ടു നിൽക്കില്ല. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമില്ല പൊതുവെ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കാൻ വിധിക്കും. കാരണം അതങ്ങനെയുള്ള കേസുകൾ വളരെ റയർ കേസുകളാണ്.
അതുകൊണ്ടാണ് പല കേസുകളും റയറസ്റ്റ് ഓഫ് റയർ സുപ്രീം കോടതി അംഗീകരിക്കത്തില്ല. കാരണം അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പല കേസിനകത്തും സുപ്രീം കോടതി ഒബ്സർവേഷൻ റയറസ്റ്റ് ഓഫ് റയർ കേസ് അല്ല, പല കാരണം കൊണ്ടും അത് റയറസ്റ്റ് ഓഫ് റയർ കെയർ അല്ല എന്ന് പറയുന്നു. എങ്കിലും ലോ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ സുപ്രീം കോടതിയും അതുപോലെ ഗവൺമെന്റും അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ലോ കമ്മീഷൻ പറയുന്നത് തിരിച്ച് ഇങ്ങനെയുള്ള കേസുകളിൽ അവരുടെ ജീവൻ എടുക്കുന്നതിനോട് ലോ കമ്മീഷൻ യോജിക്കുന്നില്ല. അതിന് പകരം റിഫോം ചെയ്യാൻ സാധ്യതയുണ്ട്, റിഫോം ചെയ്ത് വരട്ടെ, അല്ലെങ്കിൽ അവർ ജയിലിൽ തന്നെ കഴിഞ്ഞുകൂടട്ടെ